നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാണിയംകുളത്ത് വനിതാ കമ്മീഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ മകളുടെ മകൻ റിമാൻഡിൽ. ദേശമംഗലം സ്വദേശി അയ്യപ്പൻ വെട്ടേറ്റു മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച. പ്രതി രാഹുൽ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്ന യുവാവ്. തൊഴിൽ മേഖലയിൽ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റം തടയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. പാലക്കാട്ട് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. വാണിയംകുളം പഞ്ചായത്തിൽ ജാഗ്രതാ സമിതിക്ക് പരിശീലനം നൽകി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് VR മഹിളാമണി പറഞ്ഞു. പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുന്നില്ലെന്ന് VR മഹിളാമണി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും മഹിളാമണി പറഞ്ഞു. ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ആവശ്യമുണ്ടാകും. തുടർന്ന് മറ്റൊരു വിഷയത്തിന്റെ പറയും മാധ്യമങ്ങൾ പോകുന്നതോടൊപ്പം നമ്മളെയും മാധ്യമങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണം. ഏറ്റവും അവസാനം നമുക്ക് കേട്ടാൽ ഇനിയും ഭയം വിട്ടുമാറാത്ത തരത്തിലേക്ക് രാജ്യത്ത് ചില സംഭവങ്ങൾ നടന്നു. ഒന്ന് നമുക്ക് തൊട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മണിപ്പൂരിൽ സംഭവിച്ചു. ഇപ്പോൾ കൊൽക്കത്ത നഗരത്തിലെ ഒരു വലിയ മെഡിക്കൽ കോളേജിൽ ഒരു PG ഡോക്ടർ BBS പഠനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിൽ ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടർ അതിദാരുണമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി കൊലചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളൊക്കെ ഞങ്ങളാക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പെൺകുട്ടികൾ വിദേശത്തേക്ക് സ്വയം കണ്ടുപിടിച്ചുകൊണ്ട് റാങ്കിങ്ങിൽ അതിന്റെ നിലവാരം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വാർഡുതല ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിലായിരുന്നു പരിശീലനം. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK വിനോദ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, CDS ചെയർപേഴ്സൺ TR അംബിക, ഹെൽത്ത് ഇൻസ്പെക്ടർ സൂസി, ICDS സൂപ്പർവൈസർ ബയാന BV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ മകളുടെ മകൻ 28 വയസ്സുള്ള രാഹുലിനെ ചെറുതുരുത്തി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദേശമംഗലം എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന 76 വയസ്സുള്ള അയ്യപ്പനെ രാഹുൽ വെട്ടി കൊലപ്പെടുത്തിയത്. രാഹുൽ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് നേരത്തെ വീട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. തൊഴിൽ മേഖലയിൽ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റം തടയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. പാലക്കാട്ട് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി രൂപീകരണവും ചന്ദ്രനഗർ യൂണിറ്റ് വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. തൊഴിൽ മേഖല കാലത്തിനൊത്ത് നവീകരിക്കുന്നതിനും ഈ മേഖലയിലെ 2 ലക്ഷം തൊഴിലാളികളുടെ തൊഴിൽ നിലനിർത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ പ്രസിഡന്റ് P രാജൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല ആളുകളും ഇത് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം വർക്ക്ഷോപ്പ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇപ്പോൾ ഈ നമ്മുടെ അടുത്ത യൂണിറ്റിൽ വരെ ഒരു വാഹനം പണിക്ക് വന്നിട്ട് ആ വാഹനം അവസാനം അവനെല്ലാ പണികളും ചെയ്തു. അവസാനം ചെറിയൊരു ഫോൾട്ടുമായി ബന്ധപ്പെട്ട് ഈ വാഹനം കമ്പനിയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷം വന്നു. അത്ര നേരം പണിയെടുത്ത ഒന്നും എന്താണ് അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്ത്യാകുമ്പോൾ കലമുട്ട ഉടക്കുക, അങ്ങനെയല്ലേ പറയാ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ നിസ്സഹാരായി നിൽക്കുന്നുണ്ട്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി P പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PN രാജൻ വരവുചെലവ് കണക്കും അവതരിപ്പിച്ചു.
ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രകാശൻ, സംസ്ഥാന പ്രതിനിധികളായ എം സുനിൽ, സുജിത്, ടി ജി രാജീവ് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ സി ജഗദീശ്വരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകലൂർ ഉണ്ണത്തുപടിയിൽ ലക്ഷ്മിക്കും കുടുംബത്തിനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. കുടുംബത്തിന്റെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് നിറം പകർന്നിരിക്കുകയാണ് ലക്കിടി ഉപാസന സേവാ സമിതി. ലക്ഷ്മിയുടെയും കുടുംബത്തിന്റെയും പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി STV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. STV വാർത്തയെ തുടർന്നാണ് ലക്കിടി ഉപാസന സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷ്മിക്കും കുടുംബത്തിനും വീടൊരുക്കി നൽകിയത്. ലക്ഷ്മിക്കും കുടുംബത്തിനുമായി ലക്കിടി ഉപാസന സേവാ സമിതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മീറ്റ്ന ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി കൈവല്യാനന്ദ സരസ്വതി നിർവഹിച്ചു. സമിതി ചെയർമാൻ വി ബാലഗോപാൽ അധ്യക്ഷനായി. വിദ്യാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. KGS നമ്പൂതിരി, പ്രൊഫസർ കലക്കത്ത് രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, N സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ടങ്ങളായ പുരാണ ഗ്രന്ഥങ്ങൾ, ഇപ്പൊ രാമായണ പാരായണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നലെ വരെ രാമായണ മാസമാണ്. അതുപോലെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പാരായണങ്ങളുണ്ട്, ജപങ്ങളുണ്ട്, അർച്ചനകളുണ്ട്, പൂജകളുണ്ട്, ക്ഷേത്ര ദർശനമുണ്ട്. മഹാമനീഷികളായിട്ടുള്ള മഹാതപസ്സുകളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തപസ്സുണ്ട്. ഇതൊക്കെ തന്നെയും ഒരേ ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട്ട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ അവസാനഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ടീം വെൽഫെയർ. ചൊവ്വാഴ്ച രാവിലെ സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും ചൂരൽമലയിലെത്തി. പ്രദേശത്തെ വാസയോഗ്യമല്ലാത്ത നിരവധി വീടുകളാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ഇത് രണ്ടാം തവണയാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ ചൂരൽമലയിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജാഫർ, ഷംസുദ്ദീൻ, സദക്കത്ത്, മുസ്തഫ, ഫാത്തിമ, നൂർ മുഹമ്മദ്, നബീസ, മുസ്തഫ, നാസർ, ഉസ്മാൻ, ഫൈസൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അവസാനഘട്ട ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സംഭവിച്ചു. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് വന്ന ടീം വെൽഫെയറും എൻ്റെ ആളുകളും സംഘാടകർക്കും ഒരുപാട് നന്ദി അറിയിക്കണം. ഞാനും ഭാര്യ മക്കളും ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ സമയത്ത് ഞാൻ ഇവിടെ പള്ളിയിൽ പോയി കിടന്നു. ഭാര്യ പിന്നെ മോളെ വിട്ടു പോയി അവിടെ താമസാക്കി. പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. വീട്ടിലേക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളെ ആളുകൾ വന്ന് ഇവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കി തന്നെ അതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. നിങ്ങൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് ഇവിടെ വന്നു നമുക്ക് വേണ്ടി സഹായം ചെയ്തതിന്. നമുക്ക് കൂലിയരിങ്ങ് തരാമെന്നില്ലെങ്കിൽ അള്ളാഹു ഇരു വീട്ടിലും എല്ലാ കാറുമാർക്കും തരാം. അത് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് വീട്ടമ്മ 1,00,000 ലക്ഷം രൂപ സംഭാവന നൽകി. കടമ്പൂർ പാലഞ്ചേരി ഭാരതീയമ്മയിൽ നിന്ന് ഡിവൈഎഫ്ഐ അമ്പലപ്പാറ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ചെക്ക് ഏറ്റുവാങ്ങി. ഭാരതീയമ്മയുടെ മക്കളായ വേണു, രമണി, ഡിവൈഎഫ്ഐ നേതാക്കളായ രാകേഷ്, കൃഷ്ണപ്രിയ, രാജേഷ്, വിനോദ്, വിഷ്ണു, CPM ബ്രാഞ്ച് മെമ്പർ നാരായണൻ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ കണ്ടു ശീലിച്ച ക്വിസ് മത്സരങ്ങളൊക്കെ പൊതുവെ ക്ലാസ് മുറികൾ കേന്ദ്രീകരിച്ചുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമായി വളരെ ലൈവായി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേറിട്ടൊരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് കോങ്ങാട് KPRP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. കൂടാതെ വിജയികൾക്കും പങ്കെടുത്തവർക്കും ആകർഷകമായ സമ്മാനങ്ങളും വിദ്യാർത്ഥികൾ കരുതി വച്ചിരുന്നു. കോങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവരാണ് ക്വിസ് മത്സരത്തിന്റെ ഭാഗമായത്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും കുട്ടികൾ നൽകി. സ്കൗട്ട് അധ്യാപികയായ M ഷമീന, TU മുരളീകൃഷ്ണൻ, CV അനൂപ്, അനന്തു, ഗൈഡ്സ് അധ്യാപികയായ സജിത, ദിവ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. കൂടാതെ വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്വരൂപിച്ച തുക വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപികയ്ക്കും PTA പ്രസിഡന്റിനും കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം SNDP യൂണിയൻ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം കുളപ്പള്ളിയിൽ നടന്നു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ VP ചന്ദ്രൻ നഗറിലായിരുന്നു സാംസ്കാരിക സമ്മേളനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കി. സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആ ജീവിതങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഹൃദയം വല്ലാതെ വേദനിക്കും. ഇന്ന് നമുക്കുള്ള സ്വാതന്ത്ര്യം ഇതുപോലെ നമ്മളെല്ലാവരും നല്ല കമ്പിയുമായ വേഷമൊക്കെ ധരിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. പണ്ട് യഥാർത്ഥത്തിൽ നാണം മറയ്ക്കാൻ തുണി കൊടുക്കാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയും. നാടിൽ പൊതു
റോഡിലൂടെ നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആരാധന നടത്താൻ ഒരു അവകാശമില്ലാത്തൊരു കാലം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പോലും പോകാൻ കഴിയാതിരുന്നൊരു കാലം. ചിന്തിക്കാൻ കഴിയും, ഒരാൾ മനുഷ്യനായി ജനിച്ചിട്ട് ഇതുപോലെ പാരതന്ത്രത്തിൽ കഴിഞ്ഞു കൂടുക. അത് മാത്രമല്ല, ഉന്നത ജാതരായ ആളുകളുടെയൊക്കെ അപഹാസ്യമാർന്ന ചോദ്യങ്ങളും കളിയാക്കലും അപമാനവും എല്ലാം സഹിച്ച് ജീവിക്കുക എന്ന് നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ കിട്ടുന്ന ആ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ അത് എത്രത്തോളം മഹത്തരമാണെന്ന് നമുക്ക് അത് ചിന്തിക്കാൻ കഴിയും. പഴയ യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CC ജയൻ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ TK ബഷീർ, EP നന്ദകുമാർ, SNDP യോഗം ബോർഡ് മെമ്പർമാരായ KR ബാലൻ, C സതീശൻ, B വിജയകുമാർ, യൂണിയൻ കൗൺസിലർ T സേതുമാധവൻ, M മനോജ് മാസ്റ്റർ, K സോമസുന്ദരൻ, O അരവിന്ദൻ, C ശ്രീകുമാർ, K ദാസൻ, K സുരേഷ്, P രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് അനിൽ രാജ്, K വിജയൻ, P രത്നകുമാരി, A സ്വയംപ്രഭ, സുമതി സുബ്രഹ്മണ്യൻ, K പ്രവീൺ, TR ജോഷ്, ഡോക്ടർ വിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. SNDP യൂണിയൻ കുളപ്പുള്ളി ശാഖാ പ്രസിഡന്റ് P കരുണാകരൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള കളരിപ്പണിക്കർ സംഘം പാലക്കാട് മണ്ഡലം കുടുംബസംഗമം പറളി എടത്തറയിൽ നടന്നു. കുടുംബസംഗമം KKPS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സേതുമാധവ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. എടത്തറ NFF കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ കളരിക്കൽ അധ്യക്ഷനായി. മണ്ഡലം ട്രഷറർ KS ഉണ്ണികൃഷ്ണ പണിക്കർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. പാലക്കാട് വടക്കന്തറ അഞ്ഞൂർ കളരിക്കൽ നന്ദകുമാർ പണിക്കർ, എടത്തറ കളരി മോഴിപ്പുലം സത്യഭാമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M രാജേന്ദ്രൻ പണിക്കർ, സംസ്ഥാന ട്രഷറർ സന്തോഷ് പണിക്കർ, ജില്ലാ രക്ഷാധികാരി രാമചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് KP പ്രഭാകര പണിക്കർ, ജില്ലാ സെക്രട്ടറി ഗിരീഷ് പണിക്കർ, ജില്ലാ ട്രഷറർ വിനോദ് പണിക്കർ, മുൻ ജില്ലാ പ്രസിഡന്റ് VC ദിനേശ് പണിക്കർ, കലാധര പണിക്കർ, ശശിധര പണിക്കർ, KK ഗംഗാധര പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പരസ്പരം പ്രോത്സാഹനവും പ്രചോദനം നൽകി നമ്മുടെ കൂട്ടായ്മ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നിശ്ചയദാർഢ്യത്തോടെ അഭിമുഖീകരിച്ച് ആത്മവിശ്വാസത്തോടെ കാര്യനിർവഹണത്തിൽ പ്രതിബദ്ധതയും സേവന മഹത്വത്തിന്റെ പ്രതീകാത്മകമായ നേതൃത്വ ഭാരവാഹികളെയും പ്രവർത്തകന്മാരെയും അഭിമാനത്തോടെ അഭിനന്ദിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പരിപാടിയിൽ വെച്ച് SSLC+2 വിജയികളെ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KG സുജീഷ് പണിക്കർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ശ്രീവിൽസൻ തേനൂർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് കൃഷ്ണാവതാരമെന്ന് ബാലഗോകുലം ഭാരവാഹികൾ. ഓഗസ്റ്റ് 26 ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം വിപുലമായ പരിപാടികൾ ജില്ലയിലുടനീളം നടപ്പാക്കുമെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷ്ണഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രമേ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയൂവെന്നും ബാലഗോകുലം ഭാരവാഹികൾ പറഞ്ഞു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃഷ്ണാവതാരം കാണിച്ചു തന്നിട്ടുണ്ട്. പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധത്തിലെ ഉലച്ചിലാണ് പ്രകൃതി ദുരന്തങ്ങൾക്കിടയാക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ആശ്വാസമേകാൻ ബാലഗോകുലം ഭാരവാഹികൾ രംഗത്തിറങ്ങുമെന്നും ഇവർ അറിയിച്ചു. ഓഗസ്റ്റ് 26 ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി നഗരത്തിൽ ശോഭായാത്ര നടത്തും. ശ്രീകൃഷ്ണ കലാസന്ധ്യ, ഗോപൂജ, ഉറിയടി, സാംസ്കാരിക സമ്മേളനം എന്നിവ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നോടിയായി നടത്തുമെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശരിക്കും ഈ കൃഷ്ണാഷ്ടമിയോടനുബന്ധിച്ച് നമ്മൾ ധാരാളം കൃഷ്ണന്മാരെ അണിയിച്ചൊരുക്കി നമ്മുടെ ശോഭായാത്രയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ശരിക്കും കൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവ് ഒരാളാണെങ്കിൽ ഇത്രയധികം കൃഷ്ണന്മാരെ നമ്മൾ ഒരുക്കി നമ്മുടെ ഈ ശോഭായാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ഒരു വലിയ തത്വമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ തത്വങ്ങൾ അറിഞ്ഞിട്ടല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞൊരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ ഇന്ന് നടക്കുന്ന പല അനീതികളും പല സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും നമുക്ക് ഒഴിവാക്കി വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് സമൂഹത്തിനും വ്യക്തിക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ കാലത്ത് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമാണ്.
പ്രകൃതിയോട് ഏറ്റവും അധികം ഇണങ്ങി പ്രകൃതിയെ ഏറ്റവും അധികം സമന്വയിപ്പിച്ച് ജീവിച്ച ഒരു തത്വത്തിലൂന്നിയുള്ള ഒരു ജീവിതമാണ് ശ്രീകൃഷ്ണന്റെ. അദ്ദേഹം വിശ്വരൂപം കാണിക്കുന്നത് 2 സാഹചര്യങ്ങളിലാണ്. അത് മണ്ണുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് കെ മുരളീകൃഷ്ണൻ, ജില്ലാ കാര്യദർശി ടി എസ് സുനിൽ, മേഖലാ കാര്യദർശി യു ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ എൻ രാജീവ്, വി ശ്രീകുമാരൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന CBSE കലോത്സവം നവംബർ 8, 9, 10 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ നടക്കും. കലോത്സവത്തിൽ 7000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 28 സഹോദയകളിൽ മത്സരിച്ച് 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് സംസ്ഥാന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 149 ഇനങ്ങൾക്കായി 35 സ്റ്റേജുകളാണ് ഒരുക്കുന്നത്. 11 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന കലോത്സവം പാലക്കാട്ട് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെക്കൻഡും കിട്ടുന്ന കുട്ടികളാണ് CBSE സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുക. ഈ തവണ കഴിഞ്ഞ വർഷം കാലടി ശ്രീ ശാരദ സ്കൂളിലാണ് ഈ കലോത്സവം നടന്നത്. ഈ വർഷത്തെ 2024 CBSE സംസ്ഥാന കലോത്സവം നടക്കുക പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ്. അഹല്യ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് അത് നടത്തുന്നത്. പ്രസിഡന്റ് ഫാദർ സജിൻ പോൾ, സെക്രട്ടറി ജോജി പോൾ, ലതാ പ്രകാശ്, രജിതൻ, ഷാജി കെ തയ്യിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാണിയംകുളത്ത് വനിതാ കമ്മീഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ മകളുടെ മകൻ റിമാൻഡിൽ. ദേശമംഗലം സ്വദേശി അയ്യപ്പൻ വെട്ടേറ്റു മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച. പ്രതി രാഹുൽ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്ന യുവാവ്. തൊഴിൽ മേഖലയിൽ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റം തടയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. പാലക്കാട്ട് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.